നമ്മൾ ചുരുക്കി പറയണം. അതിനു മുൻപ് എനിക്കൊരു ചോദ്യം ശ്രീ ഗോപകുമാറിനോടുള്ളത്. ഈ കൃഷ്ണകുമാർ എന്നൊരു പേര് പോലും താങ്കൾ പറയുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഇപ്പം മറ്റവർ രണ്ടുപേരും പ്രേമചന്ദ്രൻ, എം മുകേഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ കൃഷ്ണകുമാർ എന്നൊരു പേര് താങ്കളുടെ വായിൽ നിന്ന് ഞാൻ കേട്ടില്ല. പറയട്ടെ. ഞങ്ങളുടെ എല്ലാ ലോകസഭാ മണ്ഡലത്തിലും ഇന്ത്യയുടെ ആരാധനായ പ്രധാനമന്ത്രിയുടെ പ്രതിനിധി തന്നെയാണ് മത്സരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോകസഭാ മണ്ഡലത്തിന്റെ ചരിത്രമൊന്ന് മാറ്റിക്കുറിക്കുന്ന തെരഞ്ഞെടുപ്പായത്. NDAയുടെ പ്രതിനിധി, നരേന്ദ്രമോദിയുടെ പ്രതിനിധി കൃഷ്ണകുമാർജി വിജയിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് കൊല്ലത്ത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിച്ച് പല മേഖലയിൽ നിന്നുണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചല്ല കൃഷ്ണകുമാർജി എന്ന പേരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യം. അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഈ ലോകസഭാ മണ്ഡലത്തിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവും വ്യക്തമാണ്. ഞാൻ രണ്ട് മുന്നണികളെയും കണ്ടുമടുത്തവർ. അദ്ദേഹത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ഇവിടെ പ്രാദേശിക നേതൃത്വം കൂടെ നിൽക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. ആവശ്യത്തിന് പോസ്റ്റർ ഉണ്ട്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ജി 18-ാം തീയതി കൊല്ലത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ മറ്റ് രണ്ട് മുന്നണികളെക്കാൾ സജീവമായി നിൽക്കുക. എന്നാ മറ്റു രണ്ട് മുന്നണികളെയും പ്രശ്നം, ഒരിടത്ത് ശ്രീ കോൺഗ്രസ് പ്രേമേന്ദ്രന്റെ നോട്ടീസ് ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കെടുക്കുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ശ്രീ മുകേഷിനെ കാണുന്നുണ്ടോ? അല്ല, ഈ കഴിഞ്ഞ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷു ആശംസയുടെ ഒരു പോസ്റ്റർ കണ്ടു കൃഷ്ണകുമാറിന്റെ. അതിൽ നിങ്ങളുടെ ആരുടെയും പടമില്ല. കേരളത്തിലെ ഒരൊറ്റ BJP നേതാവിന്റെ പടമില്ല. നരേന്ദ്രമോദിയുടെ പടവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പടവും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റയാളിലാണ് കേന്ദ്രീകരിക്കുന്നത്. അതെ, ശരി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഒറ്റ നേതാവിന്റെ പോലും പടം വെക്കാനില്ല. സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇത്ര അംഗീകാരം നേടിയിട്ടുള്ള സാമ്പത്തിക ശക്തിയില് ഭാരതത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയ, ലോകത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുവാൻ കഴിയുന്ന പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്കുള്ളത്. ഭാരതത്തിലെ ജനത ആ ചിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒറ്റ ചിത്രത്തിൽ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. എനിക്ക് രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് കോൺഗ്രസിനോടും മറ്റൊന്ന് BJPയോടാണ്. എൻ്റെ ചോദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാലോടാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മുടെ സഹാവും പറഞ്ഞു, ഒരു MPക്ക് പ്രതിവർഷം 5 കോടി രൂപയാണ് ഫണ്ടായിട്ട് നൽകുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ NK പ്രേമചന്ദ്രന് 5 വർഷം കൂടുമ്പോൾ 25 കോടി രൂപയാണ് ഫണ്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ 11,000 കോടിയുടെ വികസനം ഇദ്ദേഹം നടപ്പിലാക്കും? ആര്? NK പ്രേമചന്ദ്രൻ. അതോ ഇനി കൊല്ലം ലോകസഭ മൊത്തം കൊണ്ട് കരുവന്നൂർ ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് ആ പൈസ കൊണ്ട് നടപ്പിലാക്കിയതാണെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. രണ്ടാമത് ഞങ്ങൾ പറയട്ടെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BJPയുടെ പ്രതിനിധിയോടാണ്. അതായത് BJP പ്രതിനിധിയായിട്ട് ഇവിടെ കൃഷ്ണകുമാർ മത്സരിക്കുന്നു. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയിലാണ് മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊല്ലം ലോകസഭയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ എത്രയാണ്? ശരി, തരാം. പറയൂ. ഇവിടെ ഒരു ഈ പ്ലക്കാർഡൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതില്? ഇത് ആരോടാണ് ഈ പറയുന്നത്? പറഞ്ഞോളൂ, മൈക്ക് അടുപ്പിച്ച് വെച്ച്. ഇത് വായിക്കാൻ എന്തോ 5906 കേസുകൾ എടുത്ത് ED ചാർജ് ചെയ്ത് 25 കേസുകൾ മാത്രം. ബാക്കിയുള്ളവരിൽ BJPയിൽ ചേരുകയോ ഇലക്ട്രൽ ബോണ്ട് നൽകുകയോ ചെയ്തു. ഇവരെയാണോ ഇനിയും ജയിപ്പിക്കേണ്ടത്? അത് സുരേഷ് ഗോപി ആയാലും രാജീവ് ചന്ദ്രശേഖർ അല്ലാണ് ഇത് പറഞ്ഞത്. പിന്നെ ചോദ്യം എന്താണ്? അപ്പൊ എന്റെ ചോദ്യം ചാമക്കാല സാറിനോടാണ്. അദ്ദേഹം നല്ലോണം ഈ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സാർ, ഈ നിങ്ങളുടെ കാൻഡിഡേറ്റായി മത്സരിക്കുന്ന NK പ്രേമചന്ദ്രൻ, അദ്ദേഹം 10 വർഷക്കാലമായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ അംഗമാണ്. അപ്പോൾ MP ഫണ്ട് പീതാംബരക്കുറുപ്പ് നിന്ന് ജയിച്ചു വന്നപ്പോൾ 7 കോടി രൂപ അന്ന് കൊടുത്തു. കോവിഡ് കാലത്ത് നരേന്ദ്രമോദി സർക്കാർ അത് വെട്ടിക്കുറച്ച്, അല്ല 5 കോടിയാക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് 10 കൊല്ലം കൊണ്ട് അപ്പോൾ അദ്ദേഹം നടപ്പിലാക്കേണ്ട 50 കോടി രൂപയാണ് വികസന പദ്ധതി നടപ്പിലാക്കണം. ഞാൻ പറയുന്നത് കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലത്തിൽ കണക്ക് ശാസ്ത്രം കൂടെ ഞാൻ പറയുന്നത്. അപ്പം കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ 7.5 കൊല്ലം കൊണ്ട് 1748 കോടി രൂപയുടെ വികസനം മുകേഷ് നടപ്പിലാക്കി. അപ്പൊ അത് നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം. കൊല്ലം പട്ടണം എല്ലാം നോക്കി നമുക്ക് കാണാം. പക്ഷേ 1748 കോടി രൂപ വികസനം
7.5 കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ 10 കൊല്ലം കൊണ്ട് 7 അസംബ്ലി മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ 50 കോടിയിൽ നിന്ന് ഏകദേശം 7 കോടി രൂപയെങ്കിലും ഒരു മണ്ഡലത്തിൽ. അല്ല അത് ചോദിക്കട്ടെ, നമുക്ക് സമയമില്ല. ചോദിക്കട്ടെ. ശരി ശരി ശരി. അപ്പൊ മറുപടി 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 അല്ലല്ല മറുപടി 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 കേൾക്കണ്ടേ? ശ്രീ ജ്യോതികുമാർ മറുപടി എന്താണ്? മറുപടി 50 കോടി രൂപ 10 കൊല്ലം കൊണ്ട് 7 അസംബ്ലി മണ്ഡലത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ 7 കോടി രൂപയുടെ വികസനം ഒരു അസംബ്ലി മണ്ഡലത്തിൽ വരും. അല്ല നമുക്ക് സമയമില്ല, അങ്ങനെ ചെയ്യാതെ. അപ്പോൾ പൂങ്കാവനമായി കൊല്ലം പാർലമെന്റ് മണ്ഡലം മാറും. അപ്പോൾ പ്രേമചന്ദ്രനെ നേരത്തെയാണോ അതോ മുകേഷിനെ നേരത്തെ ജയിപ്പിക്കേണ്ടായിരുന്നില്ലേ എന്നോട് ഞങ്ങളെല്ലാം ചിന്തിക്കുന്നു. ശരി ശരി, അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മറുപടി 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 അല്ല മറുപടി കേൾക്കണ്ടേ? മറുപടി കേൾക്കണ്ടേ? ഇവിടെ എനിക്ക് കുറെ ചോദ്യങ്ങളാണ് എന്റെ നേരെ വന്നിട്ടുള്ളത്. ചുരുക്കി മറുപടി. അതിനു മുമ്പ് മറുപടി പറയാം. അതിനുമുമ്പ് എൻ്റെ സുഹൃത്ത് ശ്രീ എസ് ജയമോഹൻ അദ്ദേഹം പറഞ്ഞത് MLA-യുടെ വികസനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനു മുമ്പ് ഒരു സഹപ്രവർത്തകൻ ഓഡിയൻസിനിടയ്ക്ക് ചോദിച്ചു കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പറയുന്ന CPM-ന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷ കക്ഷിയായി നിൽക്കുന്നുണ്ട്, ശരിയാണ്. കോൺഗ്രസിന്റെ സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ 20%. സഖാവ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രയും കാലമായിട്ടും 3 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. 1.25% വോട്ടാണുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ ഉൾപ്പെടെ മാറ്റിയിട്ട് ഞങ്ങൾ അങ്ങ് നയിച്ചോളാം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ഇനി അടുത്ത കാര്യം ഇവിടെ പറഞ്ഞത്, സഖാവ് പറഞ്ഞത് MLA-യുടെ വികസനത്തെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. 24 ന്യൂസ് അല്ലേ ശ്രീ SKN അല്ലേ ഇവിടെ ഓലയിൽ കടവ് പാലത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ഫോളോ അപ്പ് നടത്തുമെന്ന്? എന്തുകൊണ്ടാണ്? ആ ഓലയിൽ കടവ് പാലം കായലിൻ്റെ നടുക്കത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എവിടെ ഇറങ്ങണമെന്നറിയില്ല. അപ്പോൾ ആ ഓലയിൽ കടവ് പാലം പോലെയുള്ള വികസനങ്ങൾ, പിന്നെ അദ്ദേഹം പറഞ്ഞു 15 കോടിയുടെ വികസനം KSRTC വരാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ MLA ഫണ്ടിൽ നിന്ന് 2017 1 കോടി കൊടുത്തു എന്നും അതിന് AS ഇറങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞതാണ്. എവിടെ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ കൊടുത്ത 1 കോടി കാണാനില്ല. മാത്രമല്ല ഇങ്ങനെയാണെങ്കിൽ ഈ KSRTC ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിട്ടുള്ളത് സാക്ഷാൽ MLA തന്നെയാണ്. ഇനി ഇവിടെ പ്രതിനിധികൾ പറഞ്ഞു, അല്ല ഇതൊരു കണക്ക് അദ്ദേഹം പറഞ്ഞല്ലോ, 7.5 വർഷം കൊണ്ട് ഉള്ള കോടി, അങ്ങനെയെങ്കിൽ 10 വർഷം കൊണ്ട് എത്ര കോടി? അതെ അതെ അതെ, ഇവിടെ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇവിടെ കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം. ഏതായാലും 1,46,00,000 രൂപ എവിടെ മാർക്കറ്റ്? കൊല്ലം പട്ടത്താനം റോഡ് വെള്ളക്കെട്ട, മഴ പെയ്ത വെള്ളക്കെട്ട്, സ്കൂൾ കുട്ടികളും എല്ലാം വെള്ളത്തിൽ കൂടെ പോകേണ്ടത്. അപ്പോ ഇവിടെ ഒരു മിഥ്യാധാരണയുണ്ട്. മറുപടി പറയട്ടെ. ഒരു നിയോജക മറുപടി കേൾക്കട്ടെ. ഒരു നിയോജകം മറുപടി പറയും. നിങ്ങൾ സമ്മതിക്കൂ. മറുപടി പറയാൻ അല്ല നിങ്ങൾ സംസാരിക്കാതിരിക്കൂ. അല്ല നിങ്ങൾ ബഹളം ഉണ്ടാക്കി എങ്ങനെയാണ്? അദ്ദേഹം മറുപടി പറയട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾ ചോദിച്ചില്ലേ? ഞാനൊരു ഇടവേളയിലേക്ക് പോവാണ്.